السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സാന്ദർഭികമായ ഒരു വിഷയം എന്ന നിലക്ക് വന്ന ഒരു ചോദ്യവും ഒരു അന്വേഷണവും അതിനുള്ള ഒരു പ്രതികരണമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഹജ്ജിൻ്റെ സീസണാണ്, ഹജ്ജിൻ്റെ മാസം കടന്നു കഴിഞ്ഞു. ശവ്വാല് മുതൽ ഹജ്ജിൻ്റെ മാസമാണ്. ഇങ്ങനെയുള്ള ഈ ശവ്വാലിൽ ഒരാൾ ഉംറക്ക് പോയാൽ അദ്ദേഹത്തിനക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്ന ഒരു പൊതുസംസാരമുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഉംറക്ക് ശവ്വാലിൽ പോയ ആള്, അല്ലെങ്കിൽ ഹജ്ജിന്റെ മാസങ്ങളാകുന്ന ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് 13 ഒക്കെ വരെയുള്ള സമയത്ത് ഉംറക്ക് അനുവദിക്കപ്പെടുമെങ്കിൽ അവിടെ പോയ ഒരാൾ, അദ്ദേഹത്തിനക്ക് ഹജ്ജും കൂടെ നിർബന്ധമുണ്ടോ എന്ന ഒരു ചോദ്യം ആണുള്ളത്. വിലയിരുത്തുമ്പോൾ ശവ്വാലിന്റെ തുടക്കത്തിലൊക്കെ പോയ ആളാണ് എങ്കിൽ അദ്ദേഹത്തിനക്ക് അപ്പോൾ ഉംറ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി മാത്രമേ ഉള്ളൂ, സൗകര്യവും ശേഷിയും അപ്പോഴേ ഉള്ളൂ. പിന്നീട് അവിടെ നിൽക്കാനുള്ള ശേഷിയും സൗകര്യവും ഇല്ല. ശേഷി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അവിടെ കഴിഞ്ഞുകൂടാനുള്ള ശേഷി വേണം, ആരോഗ്യശേഷി വേണം. അതിനോട് കൂടെ തന്നെ നിയമങ്ങൾ അനുവദിക്കുന്ന ശേഷിയും ഉണ്ടാവണം, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. അവിടത്തെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വിസക്ക് വന്നവരല്ലാത്ത ആർക്കും തന്നെ ഹജ്ജ് ചെയ്യാനുള്ള അനുമതിയില്ല. അത് കുറ്റകരമാണ്, പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷയാണ്. ആ നിലക്കാണ് അവിടുത്തെ ഗവൺമെന്റ് അതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതടിസ്ഥാനത്തിൽ ഉംറക്ക് പോയ ഒരാൾക്ക് ഉംറക്ക് മാത്രമേ സൗകര്യമുള്ളൂ എങ്കിൽ അദ്ദേഹത്തിനക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റയടിക്ക് പറഞ്ഞാൽ നിർബന്ധമില്ല എന്ന് തന്നെയാണ്. ഇത്തരം ഒരാൾ പിന്നെ സാമ്പത്തിക ശേഷി ഉണ്ടായാൽ പിന്നെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകുമോ എന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട്. സാമ്പത്തിക ശേഷിയും മറ്റ് യോഗ്യതകളൊക്കെ അദ്ദേഹത്തിന് ഒത്തിണങ്ങിയാൽ ആദ്യത്തെ ഒരു ഹജ്ജ് ചെയ്യാനുള്ള യോഗ്യത പോലെ ഉണ്ടായാൽ പിന്നീട് അദ്ദേഹം ചെയ്യണമെന്നല്ലാതെ ഇവിടെ വന്ന് ഇപ്പോൾ ഉംറ ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഹക്കിൽ ഒരു ഹജ്ജ് സ്ഥിരപ്പെട്ട് കിടക്കുകയില്ല എന്ന് സാരം. അപ്പൊ ശവ്വാൽ മാസത്തിൽ ഒരാൾ ഉംറ ചെയ്തത് കൊണ്ട് മാത്രം ഹജ്ജ് നിർബന്ധമാണ് എന്ന വാദം, എന്ന അഭിപ്രായം, എന്ന ചർച്ച സ്വഹിയല്ല. അങ്ങനൊരു നിയമമില്ല. ഹജ്ജിനിക്ക് വേണ്ട പ്രത്യേകമായ കാര്യമാണ് ഇസ്തിതാഅത്ത് എന്ന് പറയുന്നത്. ആ ഇസ്തിതാഅത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ തുഹ്ഫയിലും മറ്റുമൊക്കെ ഒരു ഇസ്തിതാഅത്ത് കൊണ്ട് തന്നെ 2 കാര്യവും നിർബന്ധമാകും എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാം. അതായത് ഹജ്ജിന് ഉംറ അത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിന്റെ ഇസ്തിതാഅത്ത് തന്നെ ഉണ്ടായാൽ മതി എന്ന പദത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടോ മറ്റോ ആവാം പലരും ഉംറ ചെയ്താൽ ഹജ്ജ് നിർബന്ധമാണ്, ഹജ്ജിന്റെ മാസത്തിൽ മക്കയിൽ എത്തിപ്പെട്ടാൽ പിന്നെ ഹജ്ജ് ചെയ്യാതെ രക്ഷയില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഒറ്റ ഇസ്തിതാഅത്ത് കൊണ്ട് തന്നെ ഹജ്ജും ഉംറയും നിർബന്ധമാകുമെന്ന് പറഞ്ഞത് അത് ഹജ്ജിന് ഇസ്തിതാഅത്ത് ആയാലാണ്. ഹജ്ജിന് ഒരാൾക്ക് ഇസ്തിതാഅത്ത് ഉണ്ടായാൽ അദ്ദേഹം നിർബന്ധമായും ഉംറയും ചെയ്യണം. കാരണം ഹജ്ജിന്റെ കർമ്മങ്ങൾ തന്നെയാണ് ഉംറയിലുള്ളത്. ഉംറയിലുള്ളതിനേക്കാളും കുറച്ചും കൂടി വർധനവ് ഹജ്ജിലുണ്ട് എന്നാണ്. അപ്പോൾ മാത്രമല്ല, ഹജ്ജായിട്ടുള്ള ഒരു കർമ്മം കൊണ്ട് തന്നെ ഉംറയും നിർവഹിക്കപ്പെടും. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ 3 രൂപങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അതിൽ ഖിറാൻ എന്ന് പറയുന്നത് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക, എന്നാൽ ഉംറയും ആയി. അപ്പോൾ ഹജ്ജിന് ഇസ്തിതാഅത്ത് ആയാൽ ഖിറാൻ എന്ന നിലക്ക് ഉംറയും കൂടി കിട്ടി. അപ്പോൾ ഹജ്ജിന് ഇസ്തിതാഅത്ത് വന്നവന് ഉംറ നിർബന്ധമാണ് എന്ന് വരും. എന്നാൽ ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന കാര്യം ഹജ്ജിന്റെ ആ ചെയ്യേണ്ട പ്രത്യേകമായ മുഹൂർത്ത സമയമല്ലാത്ത ഒരുപാട് വീണ്ടും വീണ്ടും സമയങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഹജ്ജ് വരുന്നത്. ശവ്വാൽ മാസത്തിൽ അവിടെ എത്തിപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി 1.5 മാസത്തിന്റെ അടുത്ത് അവിടെ അവശേഷിക്കണം ഹജ്ജിന് വേണ്ടി. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശേഷിയുള്ള ആളാണോ അല്ലേ എന്നതിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അവിടെ ഉംറ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള മറ്റുള്ള സൗകര്യങ്ങളില്ല, നിയമപരമായി തടസ്സങ്ങൾ ഉണ്ട്, എന്നാൽ അദ്ദേഹത്തിനക്ക് ഹജ്ജ് നിർബന്ധമില്ല.
ഹജ്ജിയുടെ ശേഷി കൊണ്ട് ഉംറ നിർബന്ധമാകുമെന്നല്ലാതെ മറ്റ് പ്രശ്നം അവിടെ ഇല്ല. ഇനി ഹജ്ജ് മാസമല്ലാത്തപ്പോൾ ഒരാളുടെ ഉംറക്ക് സൗകര്യം കിട്ടിയാൽ പിന്നെ ഈ ചർച്ച അവിടെ വരുന്നില്ല. ഹജ്ജിന്റെ മാസം അല്ലാത്ത ശവ്വാലിന് മുമ്പുള്ള ദുൽഹജ്ജ് 10-13 ശേഷമുള്ളതായ ആ സമയങ്ങളിൽപ്പെട്ട എപ്പോഴെങ്കിലും ഉംറക്ക് അവസരം കിട്ടിയാൽ അവന് ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അത് ഹജ്ജിന്റെ സീസണല്ല, സമയമല്ല. അവർക്ക് ഉംറ മാത്രം ചെയ്താൽ മതി. അതേസമയം ഉംറക്ക് ശവ്വാലിൽ ഉംറക്ക് പോയ ആൾക്ക് അവിടെ ഹജ്ജ് വരെ നിൽക്കാനുള്ള സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ ശേഷിയും കഴിവും ഉണ്ട്. നിയമം അനുവദിക്കുന്നുണ്ട്, ഗവൺമെന്റ് വിലക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്തിത്താഅത്ത് ലഭ്യമായവനാണ്, അദ്ദേഹം ഹജ്ജ് ചെയ്യണം എന്നാണ് നിയമം. ശവ്വാലിൽ അവിടെ എത്തിപ്പെട്ട ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ഹജ്ജ് മാസം മക്കത്ത് എത്തിപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ് ഈ മാസങ്ങളിൽ അവിടെ എത്തിപ്പെട്ട ആള്, ദുൽഹജ്ജ് 13 വരെയുള്ള സമയങ്ങളിൽ അവിടെ എത്തിപ്പെട്ട ആള്, അല്ലെങ്കിൽ അറഫ വരെയുള്ള സമയങ്ങളിൽ, ദുൽഹജ്ജ് 9 വരെ അവിടെ എത്തിപ്പെട്ട സമയത്തുള്ള ആള്, അവരെ സംബന്ധിച്ചിടത്തോളം അറഫ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള ഒരു തടസ്സവുമില്ല, എല്ലാ നിലക്കുള്ള ശേഷിയും സൗകര്യവും ഉണ്ട് എങ്കിൽ അവനിക്ക് ഹജ്ജ് നിർബന്ധം തന്നെയാണ്. ഈ സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലാത്ത രീതിയിൽ ഗവൺമെന്റ് സൗകര്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഉംറക്ക് വന്നയാളെ ഹജ്ജിന് നിന്നാൽ അവന് വലിയ ശിക്ഷയ്ക്ക് വിധേയമാകും എന്നതാണ് ഇപ്പോൾ അവിടുത്തെ നിയമം. എന്നതിനാൽ ഉംറയുടെ മാസത്തിൽ അവിടെ എത്തിപ്പെട്ട് ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സാധാരണ സൗകര്യം ഉണ്ടെങ്കിലും അവിടുത്തെ ഭരണകൂടം അത് വിലക്കുന്നത് കൊണ്ട് ആ ഹജ്ജ് ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നതിനോ ഹജ്ജ് ചെയ്യാതിരിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല എന്നാണ് അത് സംബന്ധമായി മനസ്സിലാക്കാനുള്ളത്. ഇത് സംബന്ധമായി ഈ ഇസ്തിതാഅത്തിന്റെ വിഷയമൊക്കെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ മുഹ്താജില് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല എഴുതുന്നത് കാണാം. ഇന്നൽ ഇസ്തിതാഅത്തൽ വാഹിദത കാഫിയത്തുൻ ലിൽ ഹജ്ജ് വൽ ഉംറ. തുഹ്ഫ 4-ാം വാള്യം 12-ാമത്തെ പേജിൽ പറയുന്നു. പുതിയ 13 വാള്യമുള്ള തുഹ്ഫയാണെങ്കിൽ 5-ാം വാള്യം 20-ാമത്തെ പേജ്. അതിൽ പറയുന്നത് അന്നൽ ഇസ്തിതാഅത്തൽ വാഹിദ, ഒറ്റ ഇസ്തിതാഅത്ത്, ഒറ്റ കഴിവാവൽ, കാഫിയത്തുൻ, അത് മതി, ലിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിനും ഉംറക്കും. അപ്പൊ ഹജ്ജിനും ഉംറക്കും കൂടി ഒറ്റ ഇസ്തിതാഅത്ത് മതി. കദാ അത്ലഖൂഹു, ഇങ്ങനെയാണ് പണ്ഡിതന്മാര് നിരുപാധികമായി പറഞ്ഞിട്ടുള്ളത്. വമഹല്ലുഹു, ആ പറഞ്ഞത് കമാ ഹുവ വാളിഹുൻ, അത് വ്യക്തമാണ്. ഫി ഇസ്തിതാഅത്തിൽ ഹജ്ജ്, ഹജ്ജിന് ആവതായാൽ ഉംറയും കൂടി വേണം എന്നേ ഉള്ളൂ. ഉംറക്ക് ആവതായി എന്നതുകൊണ്ട് ഹജ്ജ് വേണമെന്നില്ല. അമ്മ ഇസ്തിതാഅത്തുൽ ഉംറത്തി, അപ്പൊ ഉംറക്ക് ആവതായാൽ ഫി വൈരി വക്തിൽ ഹജ്ജ്, ഹജ്ജിന്റെ സമയമല്ലാത്ത ശവ്വാലിന് മുമ്പുള്ള ഒക്കെ സമയങ്ങളിൽ ഫലാ യതവഹമു അൽ ഇക്തിഫാഉ ബിഹാ ലിൽ ഹജ്ജ്, അതുകൊണ്ട് ഹജ്ജിന് മതിയാകുമെന്ന് ഊഹിക്കപ്പെടേണ്ടതില്ല. അതായത് ഹജ്ജ് അവിടെ വേണമെന്ന് ഊഹിക്കപ്പെടേണ്ടതില്ല. അപ്പോൾ ഇവിടെ സംശയവും ചർച്ചയും ഉള്ളത് ഹജ്ജിന്റെ മാസങ്ങളിൽ അവിടെ എത്തിപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. ഇനി ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ജമാൽ തന്റെ ശറഹുൽ ഇലാഹിൽ വിശദീകരിച്ചത് മഹാനായ ഷർവാനി ഇമാം എഴുതുന്നത് വക്കദ, ഇപ്രകാരം തന്നെയാണ് ഇസ്തിതാഅത്തുൽ ഉംറത്തി വഹ്ദഹ, ഉംറക്ക് മാത്രം ഒരാൾക്ക് ആവതുണ്ടായി ഫി വക്തിൽ ഹജ്ജി, ഹജ്ജിന്റെ സമയത്ത്, അഥവാ ശവ്വാൽ മുതൽ ദുൽഹജ്ജ് വരെയുള്ള ആ 10 വരെയുള്ള ദിവസങ്ങളിൽ, ബിന്നിസ്ബത്തിൽ മക്കി, ഇത് യുംകിനു, കാരണം എന്താണ്, അവനക്ക് സൗകര്യപ്പെടും യജിദമാഹ്താജു ഇലൈഹി, ആ ഹജ്ജിലേക്ക് ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. ലിൽ ഇത്തിയാനി ബിഹാമിൻ അദ്നൽ ഹില്ലി, ഹറമിന്റെ പുറത്തു നിന്നും അദ്ദേഹത്തിനക്ക് അവിടേക്ക് എത്തിപ്പെടാനും, ദൂനമായ എഹ്താജു ഇലൈഹിൽ ഉസൂൽ ബി അറഫ, അറഫയിലേക്ക് എത്താനുള്ള സാഹചര്യം അദ്ദേഹത്തിനില്ല. ഇപ്പോഴത്തെ അവിടുത്തെ നിയമമൊക്കെ പോലെ ഹറമിന്റെ പുറത്തു പോയിട്ട് വരാനൊക്കെ അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും എല്ലാ സൗകര്യങ്ങളും നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതേസമയം അദ്ദേഹത്തിന് അറഫയിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ സാഹചര്യമില്ല ഇപ്പോഴത്തെ പോലെ. അങ്ങനെ ആയാൽ അവിടെ എന്തില്ല, അയാൾക്ക് ഇസ്തിതാഅത്തുൽ ഹജ്ജ് അവിടെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല പറഞ്ഞ ആ വാക്യത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷർവാനി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിന്റെ മാസങ്ങൾ കടന്നതിന് ശേഷം തന്നെ
ഒരാൾ ഉംറക്ക് പോയാൽ ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ആ ഹജ്ജിന് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങുകയും അവിടെ പോകാനുള്ള, അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും അറഫയിൽ എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളും അതിനുള്ള ശേഷിയും നിയമതടസ്സം ഇല്ലായ്മയൊക്കെ വേണം. എങ്കിൽ മാത്രമേ നിർബന്ധമാകുള്ളൂ. ഇനി ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഇസ്തിത്താഅത്ത് നേരിട്ട് തന്നെ ആപതാകുന്നുണ്ട്, വേറെ ആൾ മുഖേനൊന്നുമല്ല. ലൈവായിട്ട് തന്നെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനും ഇസ്തിത്താഅത്തൊക്കെ ഉണ്ട് എങ്കിൽ രണ്ടിനും കൂടി അദ്ദേഹത്തിലേക്ക് ഇസ്തിത്താഅത്തില്ല. അദ്ദേഹം ഇപ്പോൾ ഹജ്ജിനോ ഉംറക്കൊക്കെ പോയാൽ ഒന്ന് ചെയ്യാനേ അവിടെ സൗകര്യമുള്ളൂ. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി എന്താണ്? മഹാനായ ഇബ്നു ഖാസിം റഹിമഹുല്ല ഇസ്തിത്താഅത്ത് ആപതാവുക എന്നതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇസ്തിത്താഅത്ത് വഹിയ നൗആനി, രണ്ട് തരം ഇസ്തിത്താഅത്ത് ഉണ്ട്. അഹദുഹുമ, ഒന്ന് ഇസ്തിത്താഅത്ത് മുബാശറ, ലൈവായിട്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് പോയി കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള കഴിവുണ്ടായി, ആവതുണ്ടായി. എന്നാൽ അവിടെ ലവിസ്തത്ത മുബാശറത്ത അഹദിൻ നുസുക്കൈനി, ഹജ്ജ് ഉംറ ഇതിൽ നിന്ന് ഒന്ന് നേരിട്ട് ചെയ്യാനേ അവനിക്ക് ഇസ്തിത്താഅത്ത് ഉണ്ടാവുള്ളൂ. അത് മറ്റേ ഇസ്തിത്താഅത്ത് ഒന്ന് ചെയ്യാനുണ്ടായി, മറ്റുള്ളതിന് എന്തോ തടസ്സങ്ങളുണ്ട്. ഈ പറയപ്പെട്ട അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യമില്ല. ദൂനൽ ആഖിരി, മറ്റീനെ കൂടാതെ. അതായത് ഹജ്ജ് ഒന്നിരിക്കൽ ചെയ്യാൻ ആവതുണ്ട്, അപ്പൊ ഉംറ ചെയ്യാൻ കഴിയില്ല. ഉംറ ചെയ്യാൻ ആവതുണ്ട്, അപ്പൊ ഹജ്ജ് ചെയ്യാൻ കഴിയൂല. ഇങ്ങനെ ഇസ്തിത്താഅത്ത് സ്ഥിരപ്പെട്ട ഒരാള് ബിഐസുലൗ അത്താബി അഹദിഹിമ, ഹജ്ജ് ഉംറയിൽ നിന്ന് ഒന്ന് നിർവഹിച്ചാൽ അജസാൻ മുബാശറത്തിൽ ആഖിരി, മറ്റേത് ചെയ്യാൻ അയാൾക്ക് കഴിയൂല. ബിഐസുലാ യുംകിനുൽ ഇത്തിയാനു ബിഹി, ആ മറ്റേ വിഷയം കൊണ്ടുവരാൻ അയാൾക്ക് കഴിയൂല. ഇല്ലാ ബിസ്തിനാബത്തി ഗൈരിഹി, വേറൊരാളെ പ്രതിനിധിയാക്കിയാൽ അല്ലാതെ കഴിയൂല, സ്വന്തം കഴിയൂല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജാണോ അവിടെ ചെയ്യേണ്ടത്, ഉംറയാണോ ചെയ്യേണ്ടത്? ഫൽ യതഖയ്യറു ഫിൽ മുബാശറത്തി ബൈനഹുമ, അപ്പൊ ഈ ഹജ്ജ് ഉംറ ഈ വിഷയത്തിന്റെ ഇടയിൽ അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടേണ്ട വിഷയത്തിൽ എന്താണ് അയാൾ തെരഞ്ഞെടുക്കേണ്ടത്? ഔ തജിബു മുബാശറത്തുൽ ഹജ്ജി, അല്ലെങ്കിൽ ഹജ്ജ് നേരിട്ട് ചെയ്യൽ നിർബന്ധമാകുമോ എന്ന് പറഞ്ഞെടുത്ത് അല്ലദി യൽഹറു, വ്യക്തമാകുന്ന വീക്ഷണം അസാനി, അയാൾ ഹജ്ജാണ് ചെയ്യേണ്ടത്. ഹജ്ജിനും ഉംറക്കും കൂടി കഴിയാത്ത ഒരാള് ഹജ്ജ് സീസണിൽ അവിടെ എത്തിപ്പെട്ടു, അദ്ദേഹത്തിന് ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജ് ചെയ്യുകയാണ് വേണ്ടത്, അതാണ് അദ്ദേഹത്തിന് നിർബന്ധമാവുക. ലിഅന്നൽ ഹജ്ജ, കാരണം ഹജ്ജ് അഫ്ളലു അഅളമു, അതാണല്ലോ ഏറ്റവും പവറുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. വഅമു അഹിയാൻ, കഅബയെ ഹയാത്താക്കുക എന്നാൽ ഏറ്റവും അധികം വ്യാപകമായ അർത്ഥമുള്ളതും ജനറലായി നിൽക്കുന്നതും അത് തന്നെയാണ്. ഒലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി ലാ യഹ്സുലു ബിൽ ഉംറത്തിൽ ഇഹ്യാ, ഉംറ ചെയ്തത് കൊണ്ട് കൊല്ലം കൊല്ലം കഅബയെ ഇഹ്യാ ചെയ്യുക എന്ന വിഷയം നടക്കുകയില്ല. അൽ വാജിബ്, വാജിബായ ഇഹ്യാ നടക്കുകയില്ല. ഒലി അന്നഹു മുത്തഫഖുൻ അലാ വുജൂബിഹി, ഹജ്ജ് നിർബന്ധമാണെന്നതിൽ എതിരഭിപ്രായം ആർക്കും ഇല്ലാത്തതുമാണ്. ബിഖിലാഫിൽ ഉംറ, ഉംറ നിർബന്ധമില്ല, ഹജ്ജ് ചെയ്താൽ തന്നെ മതി എന്ന വീക്ഷണക്കാരൊക്കെ പണ്ഡിതന്മാരിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ ഹജ്ജിനും ഉംറക്കുമുള്ള രണ്ടിൽ നിന്ന് ഒന്നിന് ആപതായ ഒരാള് അവിടെ ഹജ്ജ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, അവിടെ ഉംറ ചെയ്ത് കണ്ട് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ഇബ്നു ഖാസിം ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി സാധാരണഗതിയിൽ ഓരോരുത്തർക്കും ആവതാവനം, അവിചാരിതമായി ഓരോരുത്തർക്കുള്ള സിദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അവിടെ ഇസ്തിത്താഅത്ത് കിട്ടിയാലും അവന് ഹജ്ജ് നിർബന്ധമില്ല എന്നാണ് തുഹ്ഫ വിശദീകരിക്കുന്നത്. തുഹ്ഫ പറയുന്നു, ഇസ്തിത്താഅത്ത് മുബാശറ, നേരിട്ട് ആവതാവുക എന്ന് പറഞ്ഞാൽ വലഹ ശുറൂത്തുൻ, അതിനക്ക് പല നിബന്ധനകളുണ്ട്. ലാഹിറുഹു ബൽ സരീഹു, അതിന്റെ വ്യക്തമായ വീക്ഷണം അന്നഹു ലാ ഇബറത്ത, പരിഗണിക്കപ്പെടുകയില്ല ബി ഖുദ്റത്തി വലിയൻ, ഒരു വലിയനിക്ക് കഴിവുണ്ടായതുകൊണ്ട്, അലൽ ഉസൂലില മക്ക, മക്കയിലേക്ക് എത്താനും അറഫ, അറഫയിലേക്ക് എത്താനും ഫി ലഹളത്തിൻ, ഒറ്റ സെക്കൻഡിൽ, കറാമത്തായിട്ട് അദ്ദേഹത്തിന് മക്കയിലേക്ക് അറഫയിലേക്കൊക്കെ എത്താൻ ഒരു സെക്കൻഡ് കൊണ്ട് കഴിയും. അങ്ങനത്തെ കഴിയുന്ന ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ? ഇല്ല. അത് കാരണം എന്താ? സാധാരണഗതിയിലുള്ള ഒരു കഴിവല്ല കറാമത്തിന്റെ കഴിവ്. അതുകൊണ്ട് ആ രീതിയിലൊന്നും ശറഅ് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല എന്നാണ് തുഹ്ഫ പറയുന്നത്. 4:12 തുഹ്ഫ ഇത് വിശദീകരിച്ചിട്ടുള്ളത്. വൈന്നമൽ ഇബ്റത്തു, പരിഗണിക്കപ്പെടേണ്ടത് ബിൽ അംരിൽ ലാഹിരിൽ ആദി, സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന പ്രകടമായ കാര്യങ്ങളെ കൊണ്ടാണ് ഇവിടെ പരിഗണിക്കുക. സാധാരണ മക്കയിലേക്ക് വാഹനം കയറിയിട്ടോ മറ്റൊക്കെ പോയിട്ട് ഹജ്ജ് ചെയ്യണം എന്നാണല്ലോ. ഒരു വലിയനിക്ക് പെട്ടെന്നാണ്ട് എത്തിക്കാണ്ട് ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം, അറഫയിൽ എത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എന്നുകൊണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതില്ല. ഫലാ യുഖാതബ് ദാലിക്കൽ വലിയു, അപ്പൊ അത്ര കഴിവുള്ളതായ കറാമത്തിന്റെ ഉടമയായ വലിയനോടൊന്നും അഭിമുഖീകരിക്കപ്പെടുകയില്ല ബിൽ ഉജൂബി, അവിടെ ഹജ്ജ് നിർബന്ധമാണ് എന്ന്.
ഇല്ലായും കതുറക്കൽ ആദത്തി, സാധാരണ പോയി ഹജ്ജ് ചെയ്യാനുള്ള ആവത അയാൾക്ക് ഉണ്ടായാൽ ഒഴികെ എന്നാണ് ഇത് സംബന്ധമായിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിന്റെ സമയങ്ങളാകുന്ന ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് 10 ദിവസം, ഇങ്ങനെയുള്ള 70 ദിവസത്തോളം ഹജ്ജിന്റെ സീസണായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് മക്കയിൽ എത്തിയ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നിയമ തടസ്സങ്ങളില്ലായ്മയൊക്കെ ഉണ്ടായാൽ അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമാകും. അതേസമയം സൗകര്യവും അതിനുള്ള ഭക്ഷണവും സൗകര്യവും സ്ഥലവും ഒന്നുമില്ല, അറഫയിൽ എത്തിപ്പെടാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉംറ ചെയ്തുകൊണ്ട് തിരിച്ചു പോരാം, ഹജ്ജിന്റെ മാസത്തിലായി എന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഈ വിശദീകരിച്ചതിന്റെ അർത്ഥം. അപ്പൊ ആരും ശവ്വാലിലോ മറ്റോ ഉംറക്ക് പോയവരെ ഹജ്ജ് ചെയ്യേണ്ടി വരുമോ എന്ന് നീറിപ്പുകയേണ്ട ആവശ്യമില്ല. അവർക്ക് സൗകര്യമില്ല എന്നതുകൊണ്ട് ഹജ്ജ് നിർബന്ധമില്ല. ഇനി ആർക്കെങ്കിലും ദുൽഹജ്ജ് വരെ അവിടെ നിൽക്കുവാനും നിയമതടസ്സമില്ലാതെ ഹജ്ജ് ചെയ്യുവാനും അതിനുള്ള ആരോഗ്യവും ശേഷിയും ശേഷിയും സൗകര്യവും എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഹജ്ജ് ചെയ്യൽ നിർബന്ധവുമാണ്. പക്ഷേ സാധാരണ ഉംറക്ക് പോയ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഉംറ കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ടുകൊള്ളണം, അല്ലെങ്കിൽ ഗവൺമെന്റ് അവരെ തടഞ്ഞു വെക്കും, അവർക്കെതിരെ പിഴ ചുമത്തും. അങ്ങനെയുള്ള ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്തുന്ന നിയമപരമായുള്ള നാടുകടത്തപ്പെടുന്ന അവസ്ഥയൊക്കെ വരുന്നത് കൊണ്ട് അത്തരക്കാരെ ഹജ്ജിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയില്ല. അവർക്ക് ദുൽഹജ്ജ് മാസത്തിലാണെങ്കിൽ പോലും ഹജ്ജ് ചെയ്യാതെ ഉംറ മാത്രം നിർവഹിച്ചുകൊണ്ട് പോരാവുന്നതാണ്. കഴിവുണ്ടെങ്കിൽ, ഈ ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ ഹജ്ജും കൂടി ചെയ്യൽ നിർബന്ധവുമാണ് എന്നാണ് പറഞ്ഞത്. വാഹിറു ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.